ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതല്ല, ഇല്ല അവസാനിപ്പിക്കാനാണ് ചെറിയമ്മയുടെ തീരുമാനമെങ്കിൽ ചെറിയമ്മയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തു. ഞാൻ അങ്ങനെയൊന്നും അല്ല കൽപ്പന പറഞ്ഞത്. കണിമംഗലത്തിന്റെ മേൽക്കൂര മുകളിലുണ്ടായിരുന്നപ്പോ അതിന്റെ വില മനസ്സിലായില്ല. പക്ഷെ ഒരു വെയിലത്ത് റോഡിലൂടെ അലഞ്ഞു നടക്കുമ്പോ എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഉള്ളില് നല്ല വേദനയുണ്ട് കൽപ്പന. വിശപ്പിനെ പോലൊരു മാർഗമില്ല. ആ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ചന്ദ്രേട്ടനുണ്ടായിരുന്നപ്പോ ഞാൻ ഇങ്ങനെ ഇരുന്ന് കഷ്ടപ്പെടാൻ സമ്മതിക്കുമായിരുന്നോ? ചെറിയമ്മ, ഞാനൊരു കാര്യം ചെയ്യാം. അടുക്കളയുടെ പിൻഭാഗത്തെ വാതില് തുറന്നു വെക്കാം. ചെറിയമ്മ അകത്തെ കയറി ആവശ്യമുള്ളത് എടുത്ത് കഴിച്ചോ. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ചെറിയമ്മ പിടിക്കപ്പെട്ടാൽ എന്റെ പേര് ചെറിയമ്മ പറയരുത്. അതൊന്നും ഞാൻ പറയാൻ നിക്കില്ല. നീ ആ വാതിലൊന്ന് തുറന്നിട്ടേക്ക്. എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കാലോ. എന്നാ ശരി, സൂര്യ ഇപ്പൊ വന്ന് കേറിയിട്ടേ ഉള്ളൂ. കുളിക്ക, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. മറന്നു പോവല്ലേ കൽപ്പന. എനിക്കിപ്പൊ തന്നെ വിശന്ന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാ. ഓ ഇല്ല, ഞാൻ ചെയ്തോളാം. ഇവരെ കൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടായല്ലോ. ഇനി എന്തൊക്കെ ചെയ്യേണ്ടി വരുമോ എന്തോ. ഈശ്വര, ആയ കാലത്ത് ചുറ്റുമുള്ള മനുഷ്യരോട് ഒന്ന് ചിരിക്കെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കയറി ചോദിക്കായിരുന്നു. ഇപ്പോ അതിനും പറ്റാത്ത അവസ്ഥയായല്ലോ. സ്വന്തം വീട്ടില് കള്ളന്മാരെ പോലെ വലിഞ്ഞു കയറിയിട്ട് കട്ട് കഴിക്കുകയോ. എന്തൊരു വിധിയാണോ എന്റെ ഈശ്വര. ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇഷ്ടം പോലെ പെട്ടികൾ ഇരിപ്പുണ്ട്. ഒന്നോ രണ്ടെണ്ണോ എടുത്ത് കാറ് വെക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ എല്ലാം കൂടി അങ്ങ് കാറിൽ കയറില്ലേ? ഒരുപാട് പെട്ടികളൊക്കെ എടുത്തു പോകുമ്പോ നമ്മള് നാട് വിട്ടു പോവാന്നല്ലേ ഇവിടെ ഉള്ളവർ കരുതുക. ആ, അതാണല്ലോ സത്യം. നമ്മൾ നാട് വിടുകയാണല്ലോ. അതല്ല, ഇനി നമ്മൾ തിരിച്ചു വരില്ല എന്നവരൊക്കെ കരുതിയാലോ? അത് ശരി. അങ്ങനെ അവർ വിചാരിക്കാതിരിക്കണമെങ്കിലേ നമ്മൾ പിന്നെ ഡ്രസ്സൊന്നും എടുക്കാതെ അങ്ങ് പോയാൽ മതിയായിരുന്നു അല്ലേ? മതി, കളിയാക്കിയത് മതി. വാ, നമുക്ക് എന്തെങ്കിലും പോയി കഴിക്കാം. അതെ, നാളെ രാവിലെ തന്നെ ഡ്രൈവ് ചെയ്യാനുള്ളതാ. എനിക്കിനി പ്രത്യേകിച്ചൊന്നും വേണ്ട. നമ്മളിപ്പോ സ്നാക്സ് കഴിച്ചാലേ ഉള്ളൂ. എന്നിട്ട് എന്റെ മോൻ അത്താഴപ്പട്ടിണി കിടക്കുകയാണോന്ന് അമ്മ എന്നോട് ചോദിക്കാൻ വേണ്ടിട്ടാ? അമ്മയ്ക്കറിയാം എന്റെ ശീലങ്ങളൊക്കെ. നീ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിലേ ഒരു ജ്യൂസ് ആവാം. എന്നാ ശരി, ഞാൻ എടുത്തിട്ട് വരാം. അതെ, നിക്ക്. ഞാനിത് എന്റെ ശീലം കൊണ്ട് ചെയ്യുന്നതാ. പക്ഷെ താൻ ഭക്ഷണം കഴിച്ചിട്ട് അതിനുശേഷം ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് വന്നാ മതി. ആ, കുറച്ചു മുമ്പ് ഞാൻ സ്നാക്സ് ഒക്കെ കഴിച്ചല്ലോ. അതിന് നാളെ രാവിലെ ഞാൻ യാത്രക്ക് വരുന്നതല്ലേ, അപ്പൊ വരുൺ എന്താണോ കഴിക്കുന്നത് അത് മതി എനിക്കും. എടോ, താൻ വണ്ടിയിലിരുന്ന് ഉറങ്ങാൻ പോവല്ലേ? ഞാൻ ഡ്രൈവ് ചെയ്യല്ലേ? എടോ, രണ്ടും തമ്മിൽ വ്യത്യാസമില്ലേ? ശരി, വരുൺ വണ്ടി ഓടിക്കുമ്പോ ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങിയാ മതിയല്ലോ. സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. ആ, എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? താൻ സംസാരിക്കണം, അല്ലെങ്കിൽ പിന്നെ എനിക്ക് ബോറടിക്കില്ലേ? അത് മാത്രമല്ല, ഒരു ഹണിമൂൺ ട്രിപ്പിൽ ഒരാൾ മിണ്ടാതിരിക്കാൻ മറ്റൊരാൾ ഇരുന്ന് ഉറങ്ങുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ? ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ചു പറ, ഞാൻ എഴുന്നേറ്റിരിക്കണം. എന്നാ എഴുന്നേറ്റിരിക്കണം. ആ, അതാ പറഞ്ഞത്. രണ്ടാൾക്കും ഒരേ ജ്യൂസ് എടുക്കാം. എന്നിട്ട് നേരത്തെ വിശക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ കഴിക്കാം. നവനായിക്കോട്ടെ. അതെ, പെട്ടെന്ന് പോയിട്ട് വാ.
നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടി പാക്ക് ചെയ്യാനുണ്ട്. ഇനി എന്താ ഈ അലമാരി കിടക്കുന്ന മുഴുവൻ എടുത്ത് വണ്ടി കയറ്റാൻ പോവാണോ? അതെ, താനൊന്ന് പോയിട്ട് വാ. ഒരു യാത്രയ്ക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് ഞാൻ. അവിടെ ചെന്നിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ കടകൾ അന്വേഷിച്ച് പോകേണ്ടി വരരുത്. ഞാനേ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തോളാം. മോളെ വണ്ടി വിട്ടോ, ചെല. ഓ ശരി. സൂര്യ വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോ അത് എടുക്കാൻ വന്നതാ. ഇനി ഇതിന് പുതിയ കഥയൊന്നും ഉണ്ടാക്കണ്ട. ഞാനെന്തിനാ ഏട്ടത്തെ കുറിച്ച് എല്ലാ കഥകൾ പറയുന്നത്? ഉള്ളത് പറഞ്ഞ ഏട്ടത്തെ തെളിവ് ചോദിക്കുകയും ചെയ്യുമല്ലോ. എന്റെ പൊന്ന് രാധികെ, പകല് ആവശ്യം പോലെ തർക്കിച്ചതിനെ ഞാൻ മറുപടി പറഞ്ഞതാ. ഇപ്പോഴെങ്കിലും എന്നൊന്ന് വെറുതെ വിട്ടേക്ക്. ഏട്ടത്തെ എന്തിനാ എന്നെ ഒരു ശല്യമായിട്ട് കാണുന്നേ? ഓ മതി മതി, എനിക്ക് സമയമില്ല. ശബ്ദം കേട്ട് ആരെങ്കിലും വന്നാ നീ പറയുന്നത് എല്ലാവരും വിശ്വസിക്കുകയും ചെയ്യും. നമ്മളില്ലേ